ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അർത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സോ 9ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് കയറിയ ഒരു പുതിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചാപ്റ്ററിലും ഇതിന്റെ ഒരു ബേസിക് ഉണ്ട്. കുറെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നമുക്ക് പാഠം മൊത്തം മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തോടാ? പേജ് നമ്പർ 8 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. We can make triangles by stacking dots. Write the number of dots in each triangle. സോ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തുവാ? ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാൻ ജസ്റ്റ് ഫിഗർ ഒക്കെ വരച്ചിട്ടുണ്ട്, കുളവാണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ജസ്റ്റ് പറഞ്ഞേക്കുന്നത് ഇത്രയാണ്: വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്. നമുക്ക് ഡോട്ട്സ് വെച്ചിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. എന്തുവാ? റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. എത്ര ഡോട്ട്സ് ഉണ്ട് ഓരോ ട്രയാങ്കിൾസിൽ? ഇതിനകത്ത് എത്ര ഡോട്ട്സ് ഉണ്ട്? കൗണ്ട് ചെയ്ത് 3 അല്ലേ? 3. ഇതിനകത്ത് എത്ര ഡോട്ട്സ് ഉണ്ട്? 6 അല്ലേ? 3, 4, 5, 6. 6. ഇതിനകത്തോ? 10. ഇവിടെ എത്ര? 6 അല്ലേ? 7, 8, 9, 10. അത്രേ ഉള്ളൂ. ജസ്റ്റ് കൗണ്ട് ചെയ്യാനായിട്ടാണ്. ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തോ അതിന്റെ ബാക്കിയായിട്ട് പറയുന്നത് എന്തുവാ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത 3 നമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. നമുക്ക് പാറ്റേൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. കാരണം ഈ പാഠം മൊത്തം പാറ്റേൺസ് ഫോളോ ചെയ്യാനായിട്ടുള്ളൊരു പാഠമാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുന്ന് ഇവിടം വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇതിൻ്റെ ഇടയ്ക്കായിട്ട് 3 കഴിഞ്ഞിട്ട് 4, 5, 6. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. 6 - 3 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 3. അപ്പോൾ ഇവിടെ 3 ആണ് ഡിഫറൻസ്. ഇവിടെ ആണെങ്കിലോ ഇവിടെ എത്രയുണ്ട് ഡിഫറൻസ്? നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. 10 - 6. ഇപ്പോൾ എത്രയാ? 4 ആണ് ഇവിടുത്തെ ഡിഫറൻസ് അല്ലേ? അപ്പം ഇവിടെ 3, ഇവിടെ 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് പോകുന്നത് എത്രയായിരിക്കും? ഈ 10ന്റെ കൂട്ടത്തിൽ എത്രയും കൂടെ പ്ലസ് ചെയ്യണം? +5 ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 15 ആയിരിക്കും. ഇനി അടുത്ത നമ്പറിലേക്ക് പോകണമെങ്കിൽ എത്രയായിരിക്കും? 6. അപ്പം എന്താ 15 എടുക്കണം അല്ലേ? സോ ഇവിടുത്തെ നമ്പർ എടുത്തിട്ട് +6 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 21. ഇനി ഇതിനകത്ത് അടുത്ത നമ്പറിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാ? 21 + 7. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 28. നോക്കിയേ, നമുക്ക് 3 പാറ്റേൺ കൂടെ കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഒറ്റ പാറ്റേൺ ആക്കി എടുത്ത് എഴുതാം. എങ്ങനെയാ? 3 കഴിഞ്ഞാൽ പിന്നെ 6, then 10, 15, 21, 28 എക്സെട്ര. അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചു. ഇങ്ങനെയാണ് സീക്വൻസ് ഉണ്ടാക്കേണ്ടത്. ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇങ്ങനെയാണ്. നമുക്ക് ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചടാ. From this sequence, equilateral triangles, square, regular pentagon, and so on of regular polygon form the following sequence. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നതാണ് ഒരു സീക്വൻസ് എന്ന് വെച്ചാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ത് വരുന്നതാ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? നോക്കി നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ വരും അല്ലേ? പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? സ്ക്വയർ. എന്തോ സ്ക്വയർ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള അല്ലേ? 4 സൈഡുള്ള ഒരു പോളിഗൺ ആണ് സ്ക്വയർ. അടുത്ത എന്തോ പറഞ്ഞേക്കുന്നത്? റെഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് റെഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിളും സ്ക്വയറും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള പോളിഗൺസിനെ എല്ലാത്തിനെയും നമ്മൾ എന്തോ വിളിക്കുന്നത്? റെഗുലർ ഫിഗേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം റെഗുലർ പോളിഗൺസ് എന്താ ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്? പെൻറ്റഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സൈഡുണ്ട്. വീട് പോലെ ഇരിക്കും. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ 6 സൈഡുള്ള ഫിഗർ, 7 സൈഡുള്ള ഫിഗർ, അങ്ങനെ ബാക്കിയുള്ള ഇപ്പോൾ റെഗുലർ പോളിഗൺസ്. ബാക്കിയുള്ള പോളിഗൺസ്. അപ്പോൾ ബാക്കിയുള്ള പോളിഗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ 3 സൈഡഡ് പോളിഗൺ ആണ്, ഇത് 4 സൈഡഡ് പോളിഗൺ ആണ്, 5 സൈഡഡ് പോളിഗൺ ആണ്, 6 സൈഡഡ് പോളിഗൺ ആയിട്ടുള്ള ഹെക്സഗൺ, ഹെപ്റ്റഗൺ, അങ്ങനെ ഒക്ടഗൺ, അങ്ങനെയൊക്കെ പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു സീക്വൻസ് ഉണ്ടാക്കിയിരിക്കുവാണ്. സോ നമ്പർ ഓഫ് സൈഡുള്ള, അപ്പോൾ നമ്പർ ഓഫ് സൈഡാണ്. ഓക്കെ, നമ്പർ ഓഫ് സൈഡുള്ള ഒരു സീക്വൻസ് നമുക്ക് തന്നേക്കുന്നത് എന്തുവാടാ? 3, 4, 5, 6 എക്സെട്ര. അങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇനി ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പോളിഗൺസ് എന്തുവാ? പോളിഗൺസ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ.
ലൈൻ സെഗ്മെന്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പൊ ലൈൻ സെഗ്മെന്റ് ആണ് ഇപ്പൊ ഇതെല്ലാം അല്ല ഞാൻ വരയ്ക്കുന്നതെല്ലാം ലൈൻ സെഗ്മെന്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻ സെഗ്മെന്റ് ആയിരിക്കും, അതിനകത്ത് ലൈൻ സെഗ്മെന്റ് കാണും ഒന്നാമത്തെ കാര്യം. പിന്നെ അത് ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ് എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ഓപ്പൺ അല്ല, ഇങ്ങനെ ഇത് പോളിഗൺ അല്ല, ക്ലോസ് ആയി കഴിഞ്ഞത് പോളിഗണായി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള റെഗുലർ പോളിഗൺസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഇതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കണം. സം ഓഫ് ദി ഇന്നർ ആംഗിൾസിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം സം ഓഫ് ദി ഇന്നർ ആംഗിൾസിൻ്റെ ഒരു ഫോമുല നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അറിയാവോ? അറിയത്തില്ല, അതെനിക്കറിയാം. അപ്പോൾ എല്ലാം മറന്ന പിള്ളേർക്കും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂളായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് സം ഓഫ് ദി ഇന്നർ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാനുള്ള എന്തുവാടാ? സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലേ? ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നർ ആംഗിൾസിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ ഇതാണ് n-2 ഇൻറ്റു 180. എന്തുവാടാ? n-2 ഇൻറ്റു 180. ഈ ഫോമിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോളിഗൺ, അപ്പോൾ ഈ ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ പോളിഗൻ്റെ ആംഗിളിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മ്, ഇൻറ്റീരിയർ ആംഗിൾസ് ഇന്നർ ആയിട്ടുള്ള അകത്തുള്ള ആംഗിൾസിൻ്റെ എല്ലാത്തിനും കൂടെ സമ്മ് എന്ന് പറയുന്നത് നമ്മുടെ ഫോമിൽ എന്തുവാ? n-2 ഇൻറ്റു 180. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാമല്ലോ. നമുക്കിപ്പോൾ ആദ്യം തന്നെ ട്രയാങ്കിളിൽ എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട്. സോ 3-2 ഇൻറ്റു 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഇന്നർ ആംഗിൾസ് കിട്ടും. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 ഇൻറ്റു 180 എത്രയാ? 180. ആൻസർ കിട്ടി ഫസ്റ്റ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ എന്നിന് പകരം നമുക്ക് 4 ഇട്ട് കൊടുക്കാം. 4-2 ഇൻറ്റു 180 എത്ര കിട്ടും? 2 ഇൻറ്റു 180, അതായത് എത്രയാ? 360 നമുക്ക് കിട്ടും. അടുത്തത് നമുക്ക് 4-ന് പകരം 5 ഇട്ട് കൊടുക്കാം. 5-2 ഇൻറ്റു 180 അപ്പോൾ എത്രയാ? 3 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 540 കിട്ടും. ഓക്കെ, അങ്ങനെ ഈ സീരീസ് അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് 3 നമ്പേഴ്സ് മതി ഇപ്പം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മുടെ ഈ സീക്വൻസ് എങ്ങനെയാ? 180 ഫസ്റ്റ് നമ്പർ, പിന്നെ എന്തുവാ? 360 സെക്കൻഡ് നമ്പർ എന്തുവാ? അല്ല തേർഡ് നമ്പർ എന്തുവാ? 540. ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ സീക്വൻസ്. പഠിച്ചേ? സെറ്റല്ലേ? അങ്ങനെയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് പോളിഗൺ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ എന്ന് പറയുന്നത് 360 ആണ്. എല്ലാ പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 360 ആയിരിക്കും. അപ്പം ഞാൻ ഈ പോളിഗണിൻ്റെ എടുത്തിട്ട് കണ്ടോ, ഇതാണ് ഔട്ടർ ആംഗിൾ. ഇതിൻ്റെ ഈ ആംഗിൾ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഔട്ടർ ആംഗിൾസ് ജസ്റ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുന്നത് നമുക്ക് എത്രയായിരിക്കും? 360 ആയിരിക്കും. അത് സ്ക്വയറിൻ്റെ ആണെങ്കിലും ഔട്ടർ ആംഗിൾസ് എല്ലാം കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 360 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ സീക്വൻസ് ഉണ്ടാക്കാൻ ഒന്നുമില്ല. എന്തുവാ? 360 അങ്ങനെ പോകും. അപ്പം സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ. എനി പോളിഗൺ എന്ന് പറയുന്നത് എന്തുവാ? 360 ആയിരിക്കും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് വരുവാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? 1 ഇന്റീരിയർ ആംഗിൾ. ഓക്കെ, 1 ഇന്റീരിയർ ആംഗിൾ. അപ്പം നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്കും, തേർഡ് പാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും 1 ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഇന്റീരിയർ ആംഗിൾസ് എത്രയായിരുന്നു? 180, 360, 540 എക്സെട്ര ആയിരുന്നു നമുക്ക് പോയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ട്രയാങ്കിൾ എത്ര സൈഡ് ഉണ്ട്? അല്ല, എത്ര ആംഗിൾ ഉണ്ട്? 3 ആംഗിൾസ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് 180. അപ്പോൾ ഒരെണ്ണം എത്രയായിരിക്കും? 180/3 അല്ലേ? 3 എണ്ണത്തിൻ്റെയും കൂടെ സമ്മാണ് 180. അപ്പം ഒരു ആംഗിൾ എത്രയായിരിക്കും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 1 ഇന്റീരിയർ ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 180/3. അപ്പോൾ സ്ക്വയറിൻ്റെ ആണെങ്കിൽ എന്തുമായിരിക്കും? 360/4 അല്ലേ? അപ്പോൾ അടുത്താണെങ്കിൽ എങ്ങനെയായിരിക്കും? 540/5. ഇങ്ങനെ ചെയ്താൽ പോയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 കിട്ടും അല്ലേ? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 90 ആണ് കിട്ടുന്നത്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120. അങ്ങനെ നമ്മുടെ പാറ്റേൺ പോകും. സെറ്റല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഫോർത്ത് പാർട്ട് നോക്കാം. ഫോർത്ത് പാർട്ട് എന്തുവാടാ വന്നേക്കുന്നത്? 1 ഔട്ടർ ആംഗിൾ. 1 ഔട്ടർ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. സോ 1 ഔട്ടർ ആംഗിൾ നോക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സം ഓഫ് ദി ഔട്ടർ ആംഗിൾ എത്രയാ?
360 ആണല്ലോ. അപ്പോൾ 1 അവർ ട്രയാങ്കിൾ എങ്ങനെയാ? 360 ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 1 അവർ ട്രയാങ്കിൾ. 360 ഡിവൈഡ് ബൈ 4, 360 ഡിവൈഡ് ബൈ 5 അങ്ങനെ പോകും. അപ്പോൾ ഇത് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 120, 90, 72 എക്സെട്ര അങ്ങനെ പോകും. സെറ്റല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബേസിക് ക്വസ്റ്റൻസ് അല്ലേ. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ജസ്റ്റ് ട്രയാങ്കിൾ ലൈക്ക് ഡോട്ട്സ് എല്ലാം കൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് സീക്വൻസ് ഉണ്ടാക്കി പഠിച്ചു. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റിനകത്ത് നമ്മൾ ചെറിയൊരു ഫോർമുല എക്സ്ട്രാ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്തു. അതായിരുന്നു n-2 × 180. അത് വെച്ചിട്ട് നമ്മൾ ആംഗിൾ സം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഒരു സീക്വൻസ്, അങ്ങനെ സീക്വൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു 5 ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബേസിക് ക്വസ്റ്റൻസ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ എന്തൊക്കെയാണെന്ന് പഠിക്കുവാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്തൂടെ പഠിച്ച് പോകാം. അങ്ങനെ നമ്മുടെ ബാക്കി ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.